അഡോളസൻസ്. ജാക്ക് തോണും സ്റ്റീഫൻ ഗ്രഹാമും ചേർന്നൊരുക്കിയ ഹൃദയസ്പർശിയായ ക്രൈം ഡ്രാമ. ഈയിടെ വൈറലായ അഡോളസൻസ് ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസാണ്. 4 എപ്പിസോഡ്സുള്ള ഒരു ലിമിറ്റഡ് സീരീസാണ് ഇത്. 13കാരനായ ജെയ്മി മില്ലർ തന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന കേറ്റി എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലാകുന്നതോടെയാണ് സീരീസ് തുടങ്ങുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ജെയ്മിയുടെ അറസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് എപ്പിസോഡ് അവന്റെ മോട്ടീവിനെ കുറിച്ച് അറിയാൻ സ്കൂളിലേക്ക് പോകുന്ന ഡിറ്റക്ടീവ്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. തേർഡ് എപ്പിസോഡ് ജെയ്മിയുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രീ ട്രയൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ നിയോഗിക്കപ്പെടുന്ന ചൈൽഡ് സൈക്കോളജിസ്റ്റ് ബ്രയോണി ജെയ്മിയുമായി നടത്തുന്ന സെഷനാണ് സീരീസിലെ ഏറ്റവും ശ്രദ്ധേയമായ എപ്പിസോഡ്. അവസാനത്തെ ഭാഗത്തിൽ ജെയ്മിയുടെ കുടുംബാംഗങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളും അവരുടെ മാനസിക സംഘർഷങ്ങളുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആദ്യ എപ്പിസോഡിൽ തന്നെ ജെയ്മി കേറ്റിയെ കുത്തിക്കൊലപ്പെടുത്തുന്നതായുള്ള CCTVയിൽ നിന്ന് എടുത്ത ഫുട്ടേജ് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ജെയ്മിയും അവന്റെ പിതാവ് എഡിയും നോക്കിക്കാണുന്നുണ്ട്. എഡിയായി വരുന്നത് സീരീസിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ സ്റ്റീഫൻ ഗ്രഹാമാണ്. അത്ഭുതകരമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ ടീനേജേഴ്സിന് സമപ്രായക്കാരിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും എന്തെല്ലാം സമ്മർദ്ദങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്ന് അന്വേഷിക്കുകയായിരുന്നു തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് ഗ്രഹാം പറയുന്നു. ജെയ്മിയുടെ സ്കൂളിലെത്തുമ്പോൾ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി അറിയാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടീനേജേഴ്സിന് സുപരിചിതമായ 80-20 റൂൾ, മെനോസ്ഫിയർ കൾച്ചർ, ഇൻസൽ, റെഡ് പിൽ ഫിലോസഫി, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്സിൽ ഉപയോഗിക്കപ്പെടുന്ന വിവിധ ഇമോജികളുടെ മീനിങ് ഇവയൊക്കെ തന്നെ സീരീസിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർക്ക് പോലും മനസ്സിലാകുന്നത് അതേ സ്കൂളിൽ പഠിക്കുന്ന തന്റെ മകനിൽ നിന്നാണ്. ലോകമെമ്പാടുമുള്ള കൗമാരക്കാരെ വഴിതെറ്റിക്കുന്ന വിചിത്രമായ ഫിലോസഫികളാണ് ഇതെല്ലാം. 80% സ്ത്രീകളും 20% പുരുഷന്മാരിൽ മാത്രമേ ആകർഷിക്കപ്പെടുകയുള്ളൂ എന്നതാണ് 80-20 റൂൾ. റെഡ് പിൽ എന്നത് മെട്രിക്സ് എന്ന മൂവിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. സൊസൈറ്റൽ ബയസ്, പൊളിറ്റിക്കൽ അജണ്ട, ലൈഫിലെ ഹാർഷ് റിയാലിറ്റീസ് എന്നിവയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആന്റി ഫെമിനിസ്റ്റ്, മിസോജനിസ്റ്റിക് വ്യൂസ്, മാസ്കുലിനിറ്റി ഇവയിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി കൾച്ചറാണ് മാനോസ്ഫിയർ. ഇൻവോളണ്ടറി സെലിബേറ്റ് അഥവാ ഇൻസൽ എന്നർത്ഥം വരുന്ന ഇമോജികൾ ഉപയോഗിച്ച് ജെയ്മിയെ ബുള്ളിയിങ് ചെയ്തിരുന്നു കേറ്റി എന്നതാണ് അവരുടെ ഇൻസ്റ്റാ പേജുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം നെഗറ്റീവ് ഫിലോസഫികൾ അടിസ്ഥാനമാക്കിയുള്ള സൈബർ ബുള്ളിയിങ് ജെയ്മിയുടെ ആത്മാഭിമാനത്തെ സാരമായി ബാധിച്ചുവെന്ന് താൻ അഗ്ലിയാണെന്ന് അവൻ സൈക്കോളജിസ്റ്റ് ബ്രയോണിയോട് ആവർത്തിച്ചു പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. വളരെ വിഷമത്തോടുകൂടി മാത്രമേ ഈ തേർഡ് എപ്പിസോഡ് നമുക്ക് കണ്ടു തീർക്കാനാവൂ. ജെയ്മിയെ അവതരിപ്പിക്കുന്ന ഓവൻ കൂപ്പർ ഗംഭീരമായ അഭിനയമാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സിംഗിൾ ഷോട്ടിലാണ് ഓരോ എപ്പിസോഡും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 13കാരന്റെ നിഷ്കളങ്കത, ദേഷ്യം, സങ്കടം, ഭയം, നിസ്സഹായത എല്ലാം തന്നെ ഒറ്റ സ്ട്രെച്ചിലാണ് ഓവൻ കൂപ്പർ ചെയ്തു വെച്ചിരിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിൽ സ്വന്തം മകന്റെ ഒറ്റപ്പെടലുകളെക്കുറിച്ചും അവന്റെ സംഘർഷങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയാതെ പോയ മാതാപിതാക്കളുടെ കുറ്റബോധമാണ് നിറഞ്ഞു നിൽക്കുന്നത്. എഡിയുടെ ജന്മദിനത്തിൽ അച്ഛനെ വിളിച്ച് ആശംസകൾ അറിയിച്ചതിനു ശേഷം താൻ കുറ്റസമ്മതം നടത്താൻ പോവുകയാണെന്ന് കൂടി ജെയ്മി അറിയിക്കുന്നു. ഇവിടെ അവന്റെ മാതാപിതാക്കൾ തകർന്നു പോകുന്നു. തിരിച്ച് വീട്ടിലെത്തുന്ന അവർ തങ്ങളുടെ തീരുമാനങ്ങളിൽ പിഴവ് സംഭവിച്ചിരുന്നോ എന്ന് വിഷമത്തോടെ ചിന്തിക്കുകയാണ്. ഈ എപ്പിസോഡിൽ എഡിയായി സ്റ്റീഫൻ ഗ്രഹാമിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അവസാന രംഗത്തിൽ ജെയ്മിയുടെ മുറിയിലെത്തുന്ന എഡി മകന്റെ ടോയ് കെട്ടിപ്പിടിച്ച് കരയുന്നത് മനസ്സ് പിടയുന്ന ഒരു രംഗമാണ്. അഡോളസൻസ് ഒരു ട്രൂ സ്റ്റോറി അല്ലെന്ന് തോണും ഗ്രഹാമും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും സമാനമായ നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ കുട്ടികൾ വളരുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ മുതിർന്നവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് സീരീസ് പറഞ്ഞു വെക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് കുട്ടികൾ മാത്രമല്ല ഉത്തരവാദികൾ. ബുദ്ധിപരമായി വളരുന്ന നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെ തട്ടിയെടുക്കുന്ന ഓൺലൈൻ ലോകത്തുനിന്ന് രക്ഷപ്പെടാനാകുന്നില്ല. നേരിട്ടുള്ള സംഭാഷണങ്ങൾ പോലും അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് നമുക്ക് സീരീസിലുടനീളം കാണാം. സൈബർ ബുള്ളിങ്ങിന് ഇരയായ ജെയ്മിക്ക് അതിനെ അവഗണിക്കാനോ അതിൽ നിന്നും പിന്മാറാനോ മുതിർന്നവരുടെ സഹായം തേടാനോ ഉള്ള മാനസികാവസ്ഥയോ വൈജ്ഞാനിക ശേഷിയോ ഉണ്ടായിരുന്നില്ല. പകരം അവൻ അനുഭവിച്ച ക്രൂരതയ്ക്ക് അവന് അറിയാവുന്ന ക്രൂരത കൊണ്ട് അവൻ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. സൈബർ ബുള്ളിയിങ് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇത് തടയാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് പ്രൈവറ്റായി സൂക്ഷിക്കുക. നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നവരോ വിശ്വാസമുള്ളവരോ ആയി മാത്രം ഓൺലൈനിൽ ഇടപഴകുക. ഓൺലൈനിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കുക. സൈബർ ബുള്ളിങ്ങിന് ഇരയായാൽ അതിന്റെ സ്ക്രീൻഷോട്ട്സ്, മെസ്സേജസ് ഇതെല്ലാം സൂക്ഷിക്കുക. പിന്നീട് പ്രശ്നം റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായാൽ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ, അധ്യാപകർ എന്നിവരുമായി സംസാരിക്കുക. അവർക്ക് തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ കഴിയും. മാനസികമായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാൽ ഒരു തെറാപ്പിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടുക. സൈബർ ബുള്ളിയിങ് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കുമല്ല.
ഇന്റർനെറ്റ് മുഖേന ലോകം മുഴുവൻ കണക്റ്റഡ് ആണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ഉറ്റവരോട് നമ്മൾ ഡിസ്കണക്റ്റഡ് ആണെന്ന ദുഃഖകരമായ വസ്തുത നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ലെസനാണ് ഈ സീരീസ്. തീർച്ചയായും പ്രായഭേദമന്യേ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒന്ന്. നെവർ മിസ് ഇറ്റ്. ബൈ ഫ്രം പീതൂസ് വേൾഡ്.